നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് കുമ്പളങ്ങ കറിയാണ്. ഞാൻ കുമ്പളങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് കിടക്കാം. ഞാൻ കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഞാൻ തൊമരപ്പയർ ഇട്ടിട്ടുണ്ട്. നമ്മൾ സാമ്പാർ തൊമരയാണ് ഇടുന്നത്. നമുക്കിത് രണ്ടും ഇങ്ങോട്ടൊന്ന് കുക്കറിനകത്തിട്ടിടാം. തൊമരപ്പയറാണ് ഇട്ടേക്കാം. ഇത് പെട്ടെന്ന് വേവുന്ന തൊമരയാണ്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. 1/2 സ്പൂണ് ഉപ്പൂടെ ചേർക്കാം. നമുക്കിതൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. സ്റ്റവ് കത്തിക്കാം. ഇതൊരു 3 വിസിൽ വരണം. 3 വിസിൽ വന്നതിന് ശേഷമേ നമുക്കത് വെന്തോന്ന് നോക്കണം. 3 വിസിൽ ഇടാൻ വരെ ഒന്നിരിക്കട്ടെ. വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിൻ്റെ ചേർക്കുന്ന ചേരുവകളൊക്കെ നമുക്ക് നോക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളകുണ്ട്. 2 ചുമന്നുള്ളി കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് 1/4 സ്പൂണ് ജീരകം ചേർക്കാം. അതുകൊണ്ട് മാവോട് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടാണ് ഞങ്ങൾ കുമ്പളങ്ങ വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് മഞ്ഞപ്പൊടി നമുക്ക് ഒരുപാട് വേണ്ട, ഒരല്പം വേണ്ടി ഒരു കളർ മാറാൻ വേണ്ടിയിട്ട് മാത്രം മതി. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരയണ്ട, ഒന്ന് നോർമലായിട്ടൊന്ന് അരഞ്ഞാൽ മാത്രം മതി. ഇപ്പം വെള്ളം ചേർക്കാം. നമ്മൾ 3 വിസിലടിച്ച് ഇങ്ങനെ വെച്ചേക്കുവാണ്. നമുക്കിനി അതിൻ്റെ വിസിലൊക്കെ പോയിട്ട് അതിൻ്റെ എയറൊക്കെ നമുക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇനി അതൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിക്കാം. നമുക്കൊരു കടായി എടുക്കാം. അതിനകത്തോട്ട് നമുക്കിത് എടുക്കാം. എയറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് വെന്ത് കിട്ടിയേക്കുന്നത്. കണ്ടേ, ഇതേ രീതിയിലാണ് വെന്തിട്ടുള്ളത്. കണ്ടേ, ചെറുതായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഒരുപാട് നമുക്ക് ഉടഞ്ഞു പോകണ്ടല്ലോ. നമുക്കിത് പാത്രത്തിലോട്ട് പകരാം. നമുക്ക് ഇങ്ങോട്ട് വെക്കാം. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് വെക്കാം. നമ്മൾ തേങ്ങ അരച്ച് വെച്ചില്ലേ, അത് നമുക്കോട്ട് ഒഴിക്കാം. ഇതിനകത്തോട്ട് നമുക്ക് കുമ്പളങ്ങ ഒഴിക്കാം. ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കാം. ഇത് തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവി മാത്രമേ ചെയ്യാവൂ. ഈ അരപ്പ് നമുക്ക് തിളപ്പിക്കാൻ പാടില്ല. തേങ്ങ അരച്ചായതുകൊണ്ട് നമുക്ക് തിളച്ച് പോകരുത്. ജസ്റ്റ് ചൂടാവി മാത്രമേ ചെയ്യാവൂ. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. സ്റ്റവ് കത്തിക്കാം. ഇതൊന്ന് ചൂടാവണം. ചൂടാക്കി നമുക്ക് കടു താളിച്ച് ഒഴിക്കണം. ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമുക്ക് കടു താളിക്കാം. ഇത് നമുക്ക് പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കടു താളിച്ചാൽ മാത്രം മതി. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ കൊച്ചുള്ളി ചെറുതായിട്ട് നമുക്കിടാം. കുമ്പളങ്ങക്കറി എല്ലാവർക്കും ഇഷ്ടമാണ്. കുമ്പളങ്ങക്കറി കൂടുതൽ നമ്മൾ ചോറിൻ്റെ കൂടെ ആണ് കഴിക്കുന്നത്. ചപ്പാത്തി ഇവിടെ നല്ലതാണ്. കുമ്പളങ്ങ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തണുപ്പ് ഉണ്ടാകുന്ന സാധനമാണ് കുമ്പളങ്ങ എന്ന് പറയുന്നത്. അതുപോലെ തൊമരപ്പരിപ്പ്
തുമരപ്പരിപ്പും നല്ലതാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് കൊടുക്കാനും. നമുക്ക് ആരോഗ്യപരമായിട്ട് നല്ലൊരു കറിയാണിത്, കുമ്പളങ്ങ തുമരപ്പരിപ്പ് കറി എന്ന് പറയുന്നത്. ചപ്പാത്തിക്ക് നല്ലതാണ് ഈ കുമ്പളങ്ങ തുമരപ്പരിപ്പ് കറി എന്ന് പറയുന്നത്, ചപ്പാത്തിക്ക് നല്ലതാണ്. നമുക്ക് അതിനകത്ത് 2 വറ്റൽമുളക് ഇടാം, നമുക്ക് 2 കരിവേപ്പില ഇടാം, 2 നല്ല കരിവേപ്പില ഇടാം. ഇത് എല്ലാവർക്കും ചെയ്യാൻ അറിയാം, ഒരു നാടൻ കറിയാണിത്. നമ്മുടെയൊക്കെ വീട്ടുകളിൽ പോകുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണത്തില്ലായിരിക്കും, എന്നാൽ കുമ്പളങ്ങയുള്ള വീടുകളുണ്ട്. ഇത് നേരത്തെ ഇവിടെ കുമ്പളങ്ങ ഉണ്ടായിരുന്നു. കുമ്പളങ്ങ നമ്മൾ കൂടുതൽ ഇച്ചിരി കട്ടിയുള്ള ഒരു പേരമരത്തെ എല്ലാം കയറ്റി വിടുന്നത് നല്ലതാണ്, പേര ഉണ്ടെങ്കിൽ. നേരത്തെ ഇവിടെ കുമ്പളങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ചാമ്പമരത്തെ ഇങ്ങനെ നല്ല ഇറുങ്ങൽ കുത്തി ഉണ്ടായിരുന്നു. നമുക്കിത് കടുവ റെഡി ആയിട്ടുണ്ട്, നമുക്കിനി അതിനകത്തോട്ട് ഒഴിക്കാം. കുമ്പളങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാവരും ഇത് വെച്ച് നോക്കണം. ഇങ്ങനത്തെ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ കമൻസൊക്കെ അയക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. നന്ദി, നമസ്കാരം.